എസ്.എഫ്.ഐയുടെ എല്ലാ കോട്ടകളും പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കണ്ണൂർ ITI അതിന് തുടക്കം കുറിച്ചു. കണ്ണൂരിൽ മികച്ച വിജയമാണ് KSUവിന് നേടാനായതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട KSU അംഗങ്ങൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അലോഷ്യസ് സേവ്യർ. എസ്.എഫ്.ഐ കോട്ട എന്ന് പറഞ്ഞു നടക്കുന്ന സ്ഥലങ്ങളിലടക്കം കയറി ചെല്ലാൻ ഇത്തവണ KSUവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. എസ്.എഫ്.ഐ കോട്ടകളെ തകർത്ത് KSU ഇത്തവണ കണ്ണൂർ ജില്ലയിലും മികച്ച വിജയങ്ങളാണ് നേടിയത്. ITIയിൽ ഉൾപ്പെടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടത്തിയ പോരാട്ടം മറ്റ് ഏകാധിപത്യ കോട്ടകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. നമുക്കറിയാം, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ITIയിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂണിറ്റ് നമ്മളവിടെ സംഘടനാ പ്രവർത്തനം എത്ര വലിയ ഭീകരമായിട്ടുള്ള മർദ്ദനം നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും എസ്.എഫ്.ഐ ആ മർദ്ദനങ്ങൾക്ക് മുൻപിൽ ഒരു തെല്ലും നമ്മൾ തളരാതെ എസ്.എഫ്.ഐ എത്ര ആക്രമിക്കുമ്പോഴും അതിന്റെ ഇരട്ടി പോരാട്ട വീര്യത്തോടുകൂടി ആ ക്യാമ്പസുകളിലെല്ലാം കേരള വിദ്യാർത്ഥി യൂണിയൻ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് എസ്.എഫ്.ഐയുടെ ഫാഷിസത്തിനെതിരെ, എസ്.എഫ്.ഐയുടെ ഏകാധിപത്യ ശൈലിക്കെതിരെ, എസ്.എഫ്.ഐയുടെ സ്വച്ഛാധിപത്യ ശൈലിക്കെതിരെ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പഠനം പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രതിഭാസം തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU പാനലിൽ വിജയിച്ച കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ അനുമോദന സദസ്സും ലീഡർഷിപ്പ് മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അലോഷ്യസ് സേവ്യർ. വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം KPCC അംഗം റിജിൽ മാക്കുറ്റി നിർവഹിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു. അമൃത രാമകൃഷ്ണൻ, അബ്ദുൾ റഷീദ് VP, അഭിജിത്ത് CT, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ജവാദ് പുത്തൂർ, കായക്കൽ രാഹുൽ, ഹരികൃഷ്ണൻ പാളാട്, റഹീബ് മാടായി, രാകേഷ് ബാലൻ, അർജുൻ കോറോം, കാവ്യ ദിവാകരൻ, അമൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.